എന്നെ പ്രണയിച്ച പൂങ്കുയിൽ. രചനയും ശബ്ദവും ചെങ്ങമനാടൻ. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. എല്ലാവരും പള്ളിയിൽ പോയി. ആർത്തവ വേദനയിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് റേഡിയോ ഗാനത്തിനൊപ്പം ഫുൾ വോളിയത്തിൽ പാടുകയായിരുന്നു. പ്രായം 17ന്റെ പടിവാതിൽക്കൽ വന്നെത്തി നോക്കിയ കാലം. ഏതു കടലിലോ ഏതു കരയിലോ എവിടെയായിരിക്കും തോഴൻ, എവിടെയായിരിക്കും? ഒരു പോള കണ്ണടച്ചൊന്നു മയങ്ങിയിട്ടൊരുപാടു നാളായി, ഒരുപാടു നാളായി. ഇടവപ്പാതിക്ക് ഇളകി മാറിയോ കടലിൽ പോയവനെ, പവിഴദ്വീപിലെ പൊന്മുത്തും കൊണ്ടിനി പോരാറായില്ലേ, പോരാറായില്ലേ എന്നു പാടിക്കൊണ്ട് വാതിൽ കർട്ടൻ ഇരുഭാഗത്തേക്കും വകഞ്ഞു മാറ്റി നാടകീയമായി അഭിനയിച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങിയ ഞാൻ കാണുന്നത് നിറഞ്ഞ പുഞ്ചിരിയോടെ എന്റെ പാട്ട് ആസ്വദിച്ചും കൊണ്ട് വരാന്തയിൽ നിൽക്കുന്ന ജോയേട്ടനെയാണ്. ഞാൻ ഇറങ്ങി വന്ന അതേ സ്പീഡിൽ തിരികെ മുറിയിൽ കയറി ഒളിച്ചു. ഇത്രയധികം ചമ്മിയ നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ അതിനു മുൻപോ പിമ്പോ ഉണ്ടായിട്ടില്ല. ഭൂമി പിളർന്ന് താഴോട്ട് പോകാൻ ഞാൻ മോഹിച്ചു. അന്ന് ജോയേട്ടന്റെ കണ്ണിൽ തിളങ്ങിയ പ്രണയത്തിന്റെ കെടാവിളക്ക് ഇന്നും എന്റെ കൺകോണിൽ പ്രതിബിംബിക്കുന്നു. എന്റെ ഏട്ടന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അദ്ദേഹം. എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ വിദേശത്ത് ചേക്കേറി. പിന്നീട് എപ്പോഴോ അറിയാൻ കഴിഞ്ഞു, ഭ്രാന്തൻ നായുടെ കടിയേറ്റ് തന്റെ പ്രണയവും ജീവനും വെടിഞ്ഞ് അദ്ദേഹം യാത്രയായി. ഞാൻ ഇന്നും ആ കുളിരോർമ്മയിൽ ഏകാന്തതയെ പുൽകുന്നു. ആരോരും അറിയാത്ത ആ പ്രണയത്തിന്റെ നനുനനുത്ത നൂലിഴകൾ എന്റെ ഹൃദയസ്പന്ദന താളത്തിൽ ഇന്നും ജ്വലിക്കുന്നു.